അധ്യാപകർ കുട്ടികളെയും മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെയും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെയും ഡിസിപ്ലിൻ, അച്ചടക്കം പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള അച്ചടക്കത്തിന് വിധേയരാകുന്നവരും അതിനെ നിഷേധിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ ലഭിക്കാത്തവരായിട്ടും ചിലരൊക്കെ ഒരുപക്ഷെ സമൂഹത്തിലുണ്ടായിരിക്കാം. മറ്റുള്ളവരിൽ നിന്നും അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു അച്ചടക്കം അത്രേ സെൽഫ് ഡിസിപ്ലിൻ അഥവാ സ്വയം അച്ചടക്കം. സ്വയം അച്ചടക്കം നൽകുന്ന ഒരു ശക്തിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്. ഇവ നാം മനസ്സിലാക്കുവാൻ ആരംഭിക്കുമ്പോൾ സ്വയം അച്ചടക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരായി മാറുന്നു. സ്വയം പരാജയപ്പെടുത്തുന്ന ചില ശീലങ്ങൾ മനുഷ്യരിലുണ്ടാകുന്നു. അതൊരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് അത്രേ ദൈവത്തിലുള്ള സ്വാതന്ത്ര്യം എന്നത്. ആ സ്വാതന്ത്ര്യം നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ പൂർണ്ണമായി എത്തിച്ചേരുവാൻ കഴിയാതെ മനുഷ്യരിലെ ചില ദുഷിച്ച ശീലങ്ങൾ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് സെൽഫ് ഡിസിപ്ലിൻ്റെ പ്രാധാന്യതയ്ക്ക് പ്രസക്തിയേറുന്നത്. അച്ചടക്കം നമ്മുടെ ഒരു സുഹൃത്താണെന്നും അത് ദിവസവും ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടുന്ന ഒന്നാണെന്നും ലക്ഷ്യത്തിലെത്താൻ നമ്മെ സഹായിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉപകരണമാണെന്നും നാം തിരിച്ചറിയുന്ന പക്ഷം സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മിലെ ആശങ്കകൾക്ക്, കോപത്തിന്, എടുത്തുചാട്ടത്തിന്, മൂശേട്ടത്തരത്തിന്, പിന്നെ ആക്രോശത്തിന്, സംശയവിചാരത്തിന്, പകയ്ക്ക്, പിണക്കത്തിന് ഒരച്ചടക്കം ആവശ്യമാണെന്ന് ഇതിനോടകം ചിലർക്കെങ്കിലും ഇപ്പോൾ തോന്നുന്നുണ്ടാകാം. നല്ല കാര്യം. പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും പുതിയവ രൂപപ്പെടുത്താനും സമയമെടുക്കും. അതിനാൽ പരിശീലനം ഇന്ന് തന്നെ ആരംഭിക്കുക. ഇതിനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് ആവശ്യമാണ്. അത് ഓരോ ദിവസവും ചോദിക്കുക. സെൽഫ് ഡിസിപ്ലിൻ, സ്വയം അച്ചടക്കത്തോട് എങ്ങനെ നാം പ്രതികരിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും വിജയസാധ്യത എത്രമാത്രം അടുത്തായിട്ടുണ്ട് എന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട് ആൻഡ് വിൻ ദി ബാറ്റിൽ. നമുക്ക് യുദ്ധം തുടങ്ങാം, വിജയിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.